കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിതിൻ രാജിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് 28-ന് നടക്കുന്ന ഹർത്താലിനോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന വിവേചനങ്ങളാണ് നിതിൻ രാജ് മരണപ്പെടാൻ കാരണം. അനേകം വിദ്യാർത്ഥികൾ ഇത്തരം വിവേചനങ്ങളെ തുടർന്ന് പഠനം ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന വിവേചനങ്ങൾ അവസാനിപ്പിക്കേണ്ടത് സർക്കാരിന്റെയും ജനാധിപത്യ സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക. രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുക. നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദു ചെയ്യുക. ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി 28-ന് ഹർത്താൽ നടത്തുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. ആവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായികൾ, വാഹന ഉടമകൾ, തൊഴിലാളികൾ, സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവരും ജനകീയ ഹർത്താലിനോട് സഹകരിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വേലായുധൻ പുളിക്കൽ, രാജൻ ചെട്ടിയാർ, ബാബുരാജ് കോട്ടക്കുന്ന് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി. വളാഞ്ചേരിയിൽ 20 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന സീനിയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷമീറിന്റെ സേവനം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി, ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ്, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.